ആ കല്യാണി, ഈ ചായ എന്റെ കുഞ്ഞളിയും കുടിക്കാം. കുടിക്കടാ. അനിയൻകുട്ടാ, ആ ബോട്ടില് ചൂടുവെള്ളം ഒഴിച്ചെടുക്ക്. വേണ്ട കല്യാണി, അതൊക്കെ എവിടെ ഉണ്ടാവും. അനിയൻകുട്ടാ, നീ ഗ്യാസ് ഓഫ് ചെയ്തേക്ക്. എന്തൊക്കെ അത്ഭുതങ്ങളാ വല്യൂഞ്ഞ സംഭവിക്കുന്നത്. അത്ഭുതങ്ങളോ? നിനക്കിത് എന്തു പറ്റി കല്യാണി? എന്റെ വല്യൂഞ്ഞ് ഇന്നു മുതൽ ഒരു കമ്പനിയിൽ ഒരു സാധാരണ ജോലിക്കാരനായിട്ട് ഇതിന്റെ പാപങ്ങളൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയാ? എന്താ കല്യാണി ഇത്? ഇതൊക്കെ ഒരു ത്രില്ലായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാനും നീയും മാത്രമായ ഒരു കൊച്ചു ലോകം, ഒരു കൊച്ചു ജോലി. വല്യൂഞ്ഞിതൊക്കെ എന്നെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി പറയുന്നതാ. വല്യൂഞ്ഞിനോളം പഠിപ്പില്ലെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാൻ ഇന്ന് ആദ്യമായിട്ടൊരു കമ്പനിയിൽ ജോലിക്ക് പോവാ. എന്റെ പെണ്ണിന്റെ സങ്കടം കണ്ടിട്ടല്ല പോകേണ്ടത്. ഈ മുഖത്ത് 1000 ചെമ്പരത്തി പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ട് വേണം പോവാൻ. അയ്യോ, സമയാവുന്നു. ഇനിയിപ്പോ ബസ്സിലൊക്കെ കയറി ഒരു യുദ്ധം കഴിഞ്ഞിട്ട് വേണം അങ്ങ് എത്താൻ. സത്യം പറയാലോ കല്യാണി, പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ ടൂറിന് പോകുമ്പോഴാണ് ഞാനും അറിയുന്നൊക്കെ ബസ്സിൽ കയറിയിട്ടുള്ളത്. ദേ പിന്നെയും മുഖം വാടിയല്ലോ. ദേ, ഞാൻ അതിന്റെ ഒരു ത്രില്ലിൽ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരു പ്രശ്നമുള്ളത്, സമയകൃത്യത പാലിക്കാൻ പറ്റാതെ വരും. പങ്ക്ച്വാലിറ്റിയാ കല്യാണി വേണ്ടത്. പങ്ക്ച്വാലിറ്റിയിൽ ഇന്നുവരെ ഒരു വിട്ടുവീഴ്ചയ്ക്കും അമ്മ തയ്യാറായിട്ടില്ല. ഇന്നെന്തായാലും ആദ്യത്തെ ദിവസമല്ലേ, ഒരു പക്ഷെ ഒരു അല്പം വൈകിപ്പോയാൽ നാളെ കുറച്ച് നേരത്തെ ഇറങ്ങി ആ പ്രശ്നം പരിഹരിക്കാലോ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ കല്യാണി? ആദ്യമായിട്ട് ജോലിക്ക് പോകുമ്പോ അമ്മയൊന്ന് കണ്ടിട്ട് പോണെന്നുണ്ടല്ലേ വല്യുകുഞ്ഞിന്? ഈ മനസ്സെനിക്കറിയാവുന്നതല്ലേ. ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കാം. ആനന്ദ് മോനെ. അച്ഛാ, ഞാൻ ഇന്നു മുതലൊരു കമ്പനിയില്. അറിഞ്ഞു, സുബ്ര വിളിച്ചിരുന്നു. ഇപ്പോ എന്റെ കാര്യമുണ്ടോ ആനന്ദ്? അച്ഛാ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അല്പം മുമ്പ് വരെ അവൾ ടെറസിലുണ്ടായിരുന്നു. കുറെ നേരം ഔട്ട് ഹൗസിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. സമ്മതിച്ചില്ലെങ്കിലും നിന്നെ ഓർക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടാകില്ല അതിലേക്ക്. അച്ഛാ, ഞാൻ ഇറങ്ങുക. അച്ഛന്റെ അനുഗ്രഹം ഉണ്ടാവണം. മോനെ, മക്കൾ ഉയർന്ന നിലയിൽ വരുമ്പോഴാ അച്ഛൻ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുന്നത്. താഴോട്ട് പോകുമ്പോ ഏതച്ഛനാ മനസ്സ് തുറന്ന് അനുഗ്രഹിക്കാൻ കഴിയുന്നത്? എങ്കിലും എന്റെ മോൻ പോയിട്ട് വാ. ശരി അച്ഛാ. ഇറങ്ങട്ടെ കല്യാണി? പോട്ടെ അനികൂട്ടാ.
ഹലോ. എന്താ അരവിന്ദ്, എയർപോർട്ടിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ടുള്ള ദൂരം കൂടിയോ? എടി മനസ്സിന്റെ വേഗം കാറിനുണ്ടാവില്ലല്ലോ. വേഗവും ദൈർഘ്യവും ഒക്കെ തീരുമാനിക്കുന്നത് മനസ്സ് തന്നെ അരവിന്ദ്. ഓ, അല്ല അതുകൊള്ളല്ലോ പുതിയൊരു കണ്ടുപിടുത്തം. അതെ, ചിലതൊക്കെ കണ്ടുപിടുത്തങ്ങളിലൂടെ അല്ല അരവിന്ദ്, അനുഭവങ്ങളിലൂടെയൊക്കെ അളക്കപ്പെടുന്നത്. ദേ, ഇന്നലത്തെ ഒരു ദിവസത്തിന് ഒരു യുഗത്തിന്റെ നീളം ഉണ്ടായിരുന്നു. ആ എടി അത് സത്യ, എനിക്കങ്ങനെ തന്നെയായിരുന്നു. എടി ഇവിടെ നിന്ന് ഇറങ്ങിയത് മുതൽ തിരിച്ചത് ഇവിടെ വന്ന് നിന്നെ കാണുന്നത് വരെ മനസ്സിൽ എന്തോ ഒരു പാറക്കല്ല് കൂട്ടിയിട്ട് എന്റെ ഭാരമായിരുന്നു. ശരിക്കും ആ അതാണ് അരവിന്ദിന് എന്നെ കാണാതിരുന്നപ്പോ അരവിന്ദിന്റെ ഈ നെഞ്ചിലുണ്ടായ ആ ഭാരത്തിന്റെ പേരാണ് പ്രണയം. അതെ, ഇതാണ് യഥാർത്ഥ പ്രണയം. എന്താ അരവിന്ദ്, പ്രണയത്തിന് ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും ഒക്കെ ഉണ്ടോ? അല്ല, പ്രണയകുമാരനായിരുന്നല്ലോ ഒരു കാലത്ത്. അപ്പൊ എന്റെ ഈ ചോദ്യത്തിന് ഉത്തരം തരാൻ പറ്റും. പറ പറ പറ. ഡേ നന്ദന, ഒറിജിനൽ പ്രണയവും ഡ്യൂപ്ലിക്കേറ്റ് പ്രണയമൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ 916 പ്രണയം ഇപ്പോഴാണ്. ഇപ്പൊ പ്രണയം ഒരു സാഗരമാണ്. കാറ്റും തിരകളും ചുഴികളും അഗാധതകളിൽ മുത്തും പവിഴവും രത്നങ്ങളും ഒക്കെയുള്ള സാഗരം. എന്റെ പൊന്നു, എടി നമിച്ചു. എടി രാവിലെ തന്നെ ഈ സാഹിത്യത്തിന്റെ ഉറുമിയെടുത്ത് തന്നെ ഇങ്ങോട്ട് വീശല്ലേ. ഓ, നമുക്ക് കവിത സാഹിത്യം ഒന്നും ദഹിക്കില്ല. ആ അല്ല, മോളിന്ന് കമ്പനി പോകുന്നില്ലേ? ആ പോണം. ആ പിന്നെ ഈ 24 മണിക്കൂറിന്റെ ഉള്ളിൽ തൃച്ചംബരത്ത് വേറെ സംഭവവികാസമൊന്നും നടന്നിട്ടില്ലല്ലോ അല്ലേ? എന്ത് നടക്കാൻ? അല്ല, ടെസ്റ്റുകളുടെ കൂമ്പാരാണല്ലോ തൃച്ചംബരം, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഇനി ഒന്ന് ഫ്രഷ് ആവണം. എന്താ ചേച്ചി, ചേച്ചിയുടെ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല. വെറുതെ നോണ പറയാതെ. എനിക്കറിയാം ചേച്ചി ചേച്ചിയുടെ സങ്കടത്തിന്റെ കാര്യം. അച്ഛനെ കുറിച്ച് ഇപ്പൊ ഓർമ്മ വന്നല്ലേ? അച്ഛന് നമ്മളെ കുറിച്ച് ഒരു ഓർമ്മയില്ലല്ലോ ചേച്ചി. ചേച്ചി വിഷമിക്കണ്ട. അതല്ല നീങ്കുട്ട, അതല്ല എന്റെ വിഷമം. പിന്നെ വല്യുഞ്ഞിനെ ഓർത്തിട്ടാ. വല്യുഞ്ഞിനെ ഓർത്തിട്ടോ? അതെ അനിയൻകുട്ട, ഇന്ന് വല്യുഞ്ഞ് പറയാ, പണ്ട് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ ടൂറ് പോയപ്പോഴാ ബസ്സിൽ കയറിയിട്ടുള്ളതെന്ന്. ആ വല്യുഞ്ഞിപ്പോ നടന്നും ബസ്സിലും ഒക്കെയാ പോകുന്നത്. അത് കാണുമ്പോ എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ കാരണം ഇതൊക്കെയെന്ന് ചിന്തിക്കുമ്പോ മനസ്സിനൊരു ഭാരം. എന്ത് ചെയ്യും ചേച്ചി? എന്റെ പുതിയ വഞ്ചി പൊട്ടിച്ച ഒരു 157 രൂപ ആണ്. അതെങ്ങനെയാടാ വഞ്ചി പൊട്ടിക്കുന്നതിന് മുമ്പേ അത് 157 രൂപയാണെന്ന് പറയണേ? അതെ ചേച്ചി, ഓരോ പൈസ ഇടുമ്പോഴും ഞാനത് നോട്ട്ബുക്കിൽ കണക്കെഴുതി വെക്കാറുണ്ട്. കൊള്ളാം, നീ കളക്ടറാവും, അതിപ്പോ എനിക്ക് ഉറപ്പായി. ചേച്ചി, ഈ 157 രൂപ കൊണ്ട് ഏതായാലും ഒരു കാറ് വാങ്ങാൻ പറ്റില്ലല്ലോ നമുക്ക്. കൂടിയ കാറുകളിൽ സഞ്ചരിച്ച വല്യുകുഞ്ഞ. എനിക്കുണ്ട് ചേച്ചി സങ്കടം. ആ ചോറ് പുതിയും കൈ പിടിച്ച് കൂലിപ്പണിക്ക് പോകുന്ന പോലെ വല്യുഞ്ഞ് പോകുന്ന കാണുമ്പോ എനിക്കുണ്ട് സങ്കടം. അനിങ്കുട്ടാ, എന്താ ചേച്ചി? ഒരു ബൈക്ക് വാങ്ങാൻ എത്ര രൂപ വരും? ചേച്ചി, ഇപ്പോഴത്തെ ചില ബൈക്കിനൊക്കെ കാറിനൊക്കെയുള്ള വിലയാണ്. അല്ല, നമുക്ക് പഴയത് മതി.
അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് നോക്കാം ചേച്ചി. ചേച്ചിയുടെ മൊബൈലോടെ? അല്ല, അതിനെന്തിന്റെ മൊബൈല്? ചേച്ചി ഇപ്പൊ ഓൺലൈനിൽ നോക്കിയാ കാണാൻ ചേച്ചി പഴയ വണ്ടികളൊക്കെ. ആഹാ, അങ്ങനെയാണെങ്കിൽ നീ ഒരു വണ്ടി നോക്ക്. ആ ചേച്ചി, ബുള്ളറ്റ് 500. ആ, ബുള്ളറ്റ് ആയിരിക്കുമ്പോ വലിഞ്ഞ് നല്ല ഭംഗിയായിരിക്കും. എത്ര രൂപയാണെന്ന് നോക്കി. 2018 മോഡൽ, നല്ല സൂപ്പർ വണ്ടി. ഒറ്റ ഓണറാ. 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നീ എത്ര രൂപയാണെന്ന് നോക്കി. 1,42,000 രൂപ. അനിങ്ങുട്ടാ, നീ ആ മൊബൈൽ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചേക്ക്. ചേച്ചി നമുക്ക് താഴോട്ട് നോക്കാം, വില കുറഞ്ഞതുണ്ടാവും. ഹീറോ ഹോണ്ട 2016 മോഡൽ, 30,000 രൂപ. 30,000? അതിൽ നിന്ന് താഴെ ഉള്ളതാ 2010 വണ്ടി, 18,000 രൂപ. ദാ ചേച്ചി, 8,500 രൂപയ്ക്ക് ബജാജ് ചേതക്ക്. ഇതാണ് ഇതിലെ ഏറ്റവും കുറഞ്ഞ വണ്ടി. നോക്കട്ടെ. ഇത് കൊള്ളാം. ചേച്ചി, ഇതിനകത്ത് സൂപ്പർ കണ്ടീഷൻ എന്നും റീടെസ്റ്റ് ചെയ്തതാണെന്നും ഒക്കെ എഴുതിയിട്ടുണ്ട്. നല്ലതാ, നമുക്കിത് വാങ്ങാം. നമുക്കിത് എങ്ങനെയെങ്കിലും വാങ്ങിക്കാം. ചേച്ചി, ഇതിനകത്ത് ഓണറിന്റെ നമ്പർ ഉണ്ട്, ഞാൻ ഒന്ന് വിളിക്കട്ടെ? നീ ഒന്ന് വിളിക്കേ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയണം, വണ്ടി ഇവിടെ കൊണ്ടുവന്ന് തരണം തന്നെ പറയണം. അതൊക്കെ ഞാൻ പറയാം. ഓ, ഹലോ. ചേട്ടാ, എന്തായി? ചേച്ചി, 8,500 രൂപയുടെ വണ്ടി ഞാൻ 8,000 രൂപയ്ക്ക് പറഞ്ഞൊതുക്കി. നീ കൊള്ളാലോടാ. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട് ചേച്ചി, 4 മണിക്ക് ആള് വരും, അപ്പൊ കൊടുക്കണം പൈസ. അതൊക്കെ ശരിയാവോടാ, അതിന് ഞാനൊരു മാർഗം കണ്ടു വെച്ചിട്ടുണ്ട്. പൊളി ബൈക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നീ എന്താ നേരത്തെ? ഇന്ന് കുറച്ച് തിരക്കുണ്ട് അച്ഛാ. ആ കൊട്ടേഷൻ നോട്ടിഫിക്കേഷന്റെ ഡേറ്റ്. ഗുഡ്. അത് തന്നെ ഞാനും ഇപ്പൊ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരവിന്ദ്, ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വേണ്ട. പ്രോഫിറ്റ് കുറഞ്ഞോട്ടെ, ക്വാളിറ്റി മികച്ചതായിരിക്കണം. അങ്കിൾ ഇപ്പൊ ഈ പറഞ്ഞത് തന്നെ ഒരു പരസ്യവാചകമാണല്ലോ. ശംഭോ മഹാദേവ. ഇതിന്റെയും കൂടി ഒരു കുറവേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈശ്വര, ഇനി വിഷം കൊടുത്തത് ഞാനാണെന്ന് ഞാൻ ഇങ്ങനെ ഗണിച്ചു പറയൂ. നമസ്കാരം ഗുരുജി. നമസ്കാരം. ഇരിക്കണം. അഖിലാണ്ടേശ്വരി ആന്റി പൂജാമുറിയില് പ്രാർത്ഥനയില്ല. അഖിലെ വിളിക്കും മോളെ. വേണ്ട, പ്രാർത്ഥനയ്ക്ക് ഭംഗം വരുത്തണ്ട.
ആന്റി വരുന്നുണ്ട്. ആ നമസ്കാരം ഗുരുജി. നമസ്കാരം. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോ മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ ഗുരുജി ഒന്ന് കാണണമെന്ന്. യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോ തൃച്ചംബരത്തൊന്ന് കയറണമെന്ന് എന്റെ മനസ്സും പറഞ്ഞു. ഇവിടുത്തെ കാര്യങ്ങളാകെ പ്രശ്നത്തിലാ ഗുരുജി. ഒന്നിനും ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല. ഒരു മനസമാധാനവും ഇല്ല. നമുക്ക് പുറത്തേക്ക് നിൽക്കാം. വരൂ. പല ആചാരങ്ങളും ദൈവകൽപ്പനകളാണ്. അത് നിഷേധിക്കപ്പെട്ടാൽ അതിൻ്റെ ഭവിഷ്യത്തുകളുണ്ടാവും. കാവും കുളവും സർപ്പക്കാവും കാവിലെ പാട്ടുമുള്ള തറവാടുകളിൽ സർപ്പപൂജ മുടങ്ങിയാൽ തറവാട് അന്യം നിന്നു പോകുന്ന കാഴ്ചകൾ നാം കൺമുമ്പിൽ കാണുന്നതാണ്. അതുപോലെ തൃച്ചംബരവും പ്രതാപികളായ പ്രമാണിമാർ വാണരുളിയിരുന്ന തറവാടാണ്. പരദേവതാ പ്രീതിയും പരമ്പരാഗത കർമ്മങ്ങളും ഇവിടെ മുടങ്ങുന്നു. അത് പാടില്ല. ഗുരുജി പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, തൃച്ചംബരത്തിന്റെ പരമ്പരാഗത ആടയാഭരണങ്ങൾ അണിഞ്ഞ് വ്രതശുദ്ധിയോടെ തൃച്ചംബരത്തിന്റെ പുതിയ തലമുറയിലെ മൂത്ത മരുമകൾ കുലദൈവങ്ങൾക്ക് പൂജ ചെയ്യണം. മൂത്ത മരുമകളുടെ പൂജ ആരംഭിക്കുന്നതോടെ കുലദൈവങ്ങൾ തൃപ്തിപ്പെടും, കാരണവന്മാർ പ്രസാദിക്കും. അതോടെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. ഗുരുജി, തൃച്ചംബരത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാവണം. അതിനിതേ ഉള്ള ഒരു മാർഗമെങ്കിൽ അത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. ചേച്ചി, അത് വിലാസിനെ, പൂജ എന്ന് തുടങ്ങണം ഗുരുജി. അധികം വൈകിക്കണ്ട. തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ട് എന്നെ വിവരമറിയിക്കുക. അപ്പോഴേക്കും ഞാൻ മുഹൂർത്തം കുറിച്ചു തരാം. ശരി ഗുരുജി. അന്ന് ഞാൻ ഇത് പറയാൻ തുടങ്ങിയപ്പോഴാണ് നിമിത്തം വിഘ്നം കാണിച്ചത്. എല്ലാം നല്ലതിന്. എന്നാൽ ഞാൻ ഇറങ്ങുന്നു. അങ്ങെന്തെങ്കിലും കഴിച്ചിട്ട്? വേണ്ട, ഇന്ന് ഞാൻ ഉപവസിക്കുന്ന ദിവസമാണ്. ഹലോ. ആ ഇറങ്ങി. ആ ഇപ്പൊ
അരവിന്ദ്, ആ. ഗുരുജിയെ ഒന്ന് ആശ്രമത്തിൽ വിട്ടേക്ക്. ആ ശരി ഗുരുജി പോ. അച്ഛാ